ഇതാണ് ഞാൻ പറഞ്ഞ ആ 4 കിലോ കേക്ക്. അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടിയ വർക്കൊന്നുമല്ല, പക്ഷേ നമ്മളെപ്പോലെ ഇത് ചെയ്യണവരെ ആ ഒരു വിഷമം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. തിരൂരുള്ള സ്പഞ്ച് കേക്ക് ഷോപ്പിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി. അപ്പോൾ അന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ഷെൽഫിൽ ഈ കേക്ക് ഇരിക്കണത് കണ്ടായിരുന്നു. അപ്പോൾ ഈ കുക്കിങ്ങും ബേക്കിങ്ങും ആയിട്ട് ചെറിയൊരു ആത്മബന്ധം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ വക സാധനത്ത് നമുക്കൊക്കെ പെട്ടെന്ന് കണ്ടു പോകുമല്ലോ. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ റേറ്റ് അറിയാലോ എന്ന് വെച്ചിട്ട് ചോദിച്ചതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ കേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു വെഡ്ഡിങ്ങിന് വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണത് ശനിയാഴ്ചയാണ്. 3 ദിവസമായിട്ടും അവർ കേക്ക് എടുക്കാനും വന്നിട്ടില്ല. പിന്നെ തിരിച്ച് അവരെ കോൺടാക്ട് ചെയ്യാനൊരു നമ്പർ ഉണ്ടായിരുന്നു. അതിൽ വിളിക്കുമ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്യണമില്ല എന്ന്. പിന്നെയാണെങ്കിൽ ഇതിന് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് ആകെ 600 രൂപയാണ് വാങ്ങിയതെന്ന് പറയുന്നത്. നമ്മൾ ഇവരിലുള്ള ഈ കസ്റ്റമേഴ്സിനുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണത്. പക്ഷെ എന്നിട്ടും ഇതുപോലൊക്കെ പണി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിൽ ഓരോ ജോലിയിലൊക്കെ കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ആരും ഇങ്ങനെയുള്ള ചതികളൊന്നും ആരോടും ചെയ്യാതിരിക്കുക. പിന്നെ ഹോം ബേക്കേഴ്സൊക്കെ പരിചയമില്ലാത്തവരിന്ന് ഫുൾ പേയ്മെൻറ്റ് ആദ്യം തന്നെ വാങ്ങണതിൽ തെറ്റില്ല എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് കേട്ടോ.